തമിഴ്നാട്ടിൽ വീണ്ടും കസ്റ്റഡി കൊലപാതകം. ഭിന്നശേഷിക്കാരനെ ജയിലിൽ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കന്യാകുമാരി ശുചീന്ദ്രം സ്വദേശി ശബരി വർമ്മൻ നാഗർകോവിൽ ജില്ലാ ജയിലിൽ കൊല്ലപ്പെട്ട കേസിൽ ചീഫ് ജയിൽ വാർഡൻ ഉൾപ്പെടെ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 19 ഗുരുതര പരിക്കുകൾ ഇയാൾക്കേറ്റെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയെന്ന കുറ്റത്തിനാണ് ശബരി വർമ്മനെ അറസ്റ്റ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. നാഗർകോവിൽ ജില്ലാ ജയിലിലായിരുന്നു ഇയാളെ പാർപ്പിച്ചത്. കഴിഞ്ഞ 13-ാം തീയതി സുഖമില്ല എന്ന് പറഞ്ഞ് പ്രതിയെ ആശുപത്രിയിലെത്തിച്ചു. വിവരം വീട്ടുകാരെയും ജയിലുദ്യോഗസ്ഥർ അറിയിച്ചു. എന്നാൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇയാൾക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത്. ചികിത്സയിലിരിക്കെ ഇയാൾ മരിച്ചതോടെ ബന്ധുക്കൾക്ക് സംശയം ബലപ്പെട്ടു. ബന്ധുക്കളുടെ ആവശ്യപ്രകാരം മറ്റൊരു ഡോക്ടറെ കൂടി കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം നടത്തി. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 19 ഗുരുതര പരിക്കുകൾ ഇയാൾക്ക് ഏറ്റിട്ടുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ബന്ധുക്കൾ പ്രതിഷേധിച്ചതോടെ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട് അന്വേഷണം നടത്തി. ഇതിലാണ് ജയിലിൽ വെച്ച് ക്രൂരമർദ്ദനത്തിന് ശബരി വർമ്മൻ ഇരയായതായി കണ്ടെത്തിയത്. നാഗർകോവിൽ ജില്ലാ ജയിലിലെ ചീഫ് വാർഡൻ ജഗൻ, വാർഡന്മാരായ ശിവകുമാർ, തിരുവുടൈ നമ്പി എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഇതുകൂടാതെ ജയിലിലെ 8 തടവുകാർ കൂടി ഇയാളെ മർദ്ദിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെയും കൊലക്കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ട്. ഏറെ നേരത്തെ പ്രതിഷേധത്തിനൊടുവിലാണ് ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറായത്. കസ്റ്റഡി മർദ്ദനത്തിനെതിരെ രൂക്ഷ വിമർശനം മുൻപ് ഉയർത്തിയിട്ടുള്ള വിജയ് ഭരിക്കുമ്പോൾ ഉണ്ടായ സംഭവം സർക്കാരിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.